Dear friends, you are welcome to Historia. ഹിസ്റ്ററിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ അടുത്ത കാലഘട്ടത്തായി PSCയിൽ കാണുന്ന ഒരു പുതിയ സിലബസ് ആണ് ആർട്ട് ആൻഡ് കൾച്ചർ. പൊതുവെ UPSC സിവിൽ സർവീസ് അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര സിലബസ് എക്സാമുകളിൽ വരുന്ന ഒരു ഭാഗമാണ് അത് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന്. ആ ഒരു ഭാഗം ഈ അടുത്ത കാലഘട്ടത്തായി PSC പരീക്ഷകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഇനി ആ ഭാഗത്തേക്ക് പോവുകയാണ്. പൊതുവെ ആ ഭാഗത്തും ചോദിക്കാറുണ്ട്, നമ്മുടെ ക്ലാസിക്കൽ ഡാൻസുകൾ ചോദിക്കാറുണ്ട്, ഫോക്ക് ഡാൻസുകൾ ചോദിക്കാറുണ്ട്, മറ്റ് ഫോക്ക് ആർട്ടുകൾ ചോദിക്കാറുണ്ട്, വീവിംഗ് മെത്തേഡുകൾ ചോദിക്കാറുണ്ട്, ആൻഡ് സ്ട്രക്ചറുകൾ, മോണുമെന്റ്സുകൾ, സ്മാരകങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പൊതുവെ ചോദിക്കാറുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇന്ത്യയുടെ സ്മാരകങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, ഇന്ത്യ ഗേറ്റ് ആൻഡ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗേറ്റ് ആൻഡ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാം ഇന്ത്യ ഗേറ്റ്. ഏതാണ് ഇന്ത്യ ഗേറ്റ്? നമുക്കറിയാം ഇന്ത്യ ഗേറ്റ് എവിടെയാണെന്ന് അറിയാം. എവിടെയാണ് ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യ ഗേറ്റ് നമുക്കറിയാം ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് നിൽക്കുന്നത്. ന്യൂഡൽഹിയാണ് ഇന്ത്യ ഗേറ്റ്. ഓർത്തിക്കുക, ഇന്ത്യ ഗേറ്റ് എന്ന സംഭവം ഓർക്കുക, ന്യൂഡൽഹിയിലെ രാജ്പഥ് അല്ലെങ്കിൽ കിങ്സ് വേയിലാണ് അത് ലൊക്കേറ്റഡ്. എവിടെയാണ്? രാജ്പഥ് എന്നാണ് ആ പ്ലേസിന് പറയാം. അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ കിങ്സ് വേ എന്നൊക്കെ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഓർത്തിക്കുക, ഇന്ത്യ ഗേറ്റ് ഓർത്തു വയ്ക്കുക. ന്യൂഡൽഹിയിലെ രാജ്പഥിലാണ് അല്ലെങ്കിൽ കിങ്സ് വേ എന്ന സ്ഥലത്താണ് അത് നിലനിൽക്കുന്നത്. ഓർത്തിക്കുക, ഇതിന്റെ ആദ്യകാലങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു. ഓർത്തിക്കുക, ഇന്ത്യ ഗേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. എന്നാണ് ഇത് അറിയപ്പെട്ടതെന്ന് മറക്കരുത്. ഇനി ഇന്ത്യ ഗേറ്റ് ഈസ് ബിൽറ്റ് ഓൺ ദി മെമ്മറി ഓഫ് ഇന്ത്യൻ സോൾഡിയേഴ്സ് ഹു ആർ കില്ലഡ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെയും അതോടൊപ്പം ഇന്തോ അഫ്ഗാൻ യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെയും സ്മരണയ്ക്കാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മറക്കരുത്, ഫസ്റ്റ് വേൾഡ് വാർ ഏകദേശം 70,000-ത്തിന് മേലെ പറയാറുണ്ട്, 1,00,000-അടുക്കാണ് പറയാറ്. ഏകദേശം 70,000-ഓളം ആളുകൾ ഇന്ത്യൻ പട്ടാളക്കാരാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ ബ്രിട്ടന് വേണ്ടി മരിച്ചത്. ആ ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടിയും അതോടൊപ്പം ഇന്ത്യ അഫ്ഗാൻ യുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടിയാണ് സ്ഥാപിച്ച് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത്. ഏകദേശം ഒരു 42 മീറ്റർ ഹൈറ്റ് ആണ് ഇതിനെ പറയുന്നത്. എത്രയാണ്? 42 മീറ്റർ ഹൈറ്റ് ഉള്ളതാണ് ഇന്ത്യ ഗേറ്റ്. 42 മീറ്റർ ഹൈറ്റുള്ള ഇന്ത്യ ഗേറ്റ് എന്ന് ഓർമ്മിക്കുക. ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാർക്കും ഇന്ത്യ അഫ്ഗാൻ യുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാർക്കും വേണ്ടിയാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിറങ്ങിയത്. ആരായിരുന്നു ഈ ഇന്ത്യ ഗേറ്റിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ആർക്കിടെക്ട് ഈസ് എഡ്വിൻ ലുട്ടൻസ് എന്ന് പറയും. ആരാണ്? എഡ്വിൻ ലുട്ടൻസ് ആണ് ഇന്ത്യ ഗേറ്റിന്റെ ശില്പി. മറക്കുക, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഡിസൈൻ ചെയ്ത ആരാന്നൊക്കെ ചോദിക്കാണ്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ആരാണ് ഡിസൈൻ ചോദിച്ചാൽ അത് എഡ്വിൻ ലുട്ടൻസ് ആൻഡ് ഹെർബർട്ട് ബക്കറാണ്. ഇവിടെ നമ്മൾ ആര് മാത്രമാണ്? എഡ്വിൻ ലുട്ടൻസ്. മറക്കുക, വളരെ പ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആണ് എഡ്വിൻ ലുട്ടൻസ്. അദ്ദേഹമാണ് ഇന്ത്യ ഗേറ്റ് ഡിസൈൻ ചെയ്ത് നോർത്ത് വയ്ക്കുക. ഇനി ഇതിനോട് ചേർത്ത് 1971-72 നമ്മള് ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് ലിബറേഷൻ ഇന്ത്യ പാക് വാർ ഫോർ ബംഗ്ലാദേശ് ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ പാക് യുദ്ധം 1971-72 കാലഘട്ടം നടക്കുന്നത്. അപ്പൊ ആ യുദ്ധത്തിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു സ്ട്രക്ചർ കൂടി ഉണ്ടാക്കി. അതാണ് നമ്മൾ അമർ ജവാൻ ജ്യോതി എന്ന സ്ട്രക്ചർ. നിങ്ങൾ ചിലപ്പോൾ പല ഫിലിംസിലൊക്കെ സിനിമകളൊക്കെ കണ്ടിരിക്കും, ഒരു റൈഫിൾ തലതിരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാം. റൈഫിൾ എന്നിട്ട് അതിന്റെ മേലെ ഒരു വാർ ഹെൽമെറ്റ് യുദ്ധത്തിന്റെ വാർ ഹെൽമെറ്റും വെച്ചുള്ള ഒരു സ്ട്രക്ചർ കാണാം. അതാണ് നമ്മൾ അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് 4 ഫ്ലെയിമുകൾ കാണാം. ആ 4 ഫ്ലെയിമുകൾക്ക് ഇതെല്ലാം ഒരൊറ്റ സ്ട്രക്ചറാണ്. നമ്മൾ അമർ ജവാൻ ജ്യോതി എന്ന് പറയുമ്പോൾ അവിടെ പൊതുവെ അങ്ങനെ പഠിക്കുക, ഇന്ത്യ ഗേറ്റിൽ അണയാതെ കത്തുന്ന ദീപമാണ് അമർ ജവാൻ ജ്യോതി എന്നൊക്കെ പറയും, അല്ലെ? ഓർത്തിക്കുക, ഇതാണ് ഈ സ്ട്രക്ചറാണ് ഈ ഇന്ത്യ പാക് യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാർക്ക് വേണ്ടി ഇതിനോട് ചേർത്ത് പണിത ഒരു വലിയ സ്ട്രക്ചറാണ് അമർ ജവാൻ ജ്യോതി. അതിലൊരു റൈഫിൾ തലതിരിച്ച താഴത്തേക്ക് കുത്തിരിക്കുക, അതിന്റെ മേലെ ഒരു വാർ ഹെൽമെറ്റ് കാണാം. അതിന് ചുറ്റുപാട് 4 ഫ്ലെയിമുകൾ കാണാം, 4 അണയാതെ കത്തുന്ന 4 ദീപങ്ങളും. ഇതാണ് നമ്മൾ എന്തായിട്ട് കണക്കുന്ന അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ മറക്കരുത്, ഇന്ത്യ ഗേറ്റിൽ അണയാതെ കത്തുന്ന ദീപം എന്നത് അമർ ജവാൻ ജ്യോതിയാണെന്ന് ഓർക്കുക. അമർ ജ്യോതി എന്ന് വെച്ചാൽ അത് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് കൂട്ടകലാ മന്ദിരം. അവിടെയാണ് അമർ ജ്യോതി എന്ന ദീപം കത്തുന്നത്. സ്വതന്ത്ര ജ്യോതി എന്ന ദീപം കത്തുന്നത് ആൻഡമാൻ നിക്കോബാറിലെ സെൽവാർ ജയിലാണ്. അത് മൂന്നും തെറ്റാതെ പഠിക്കുക. അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റിലും, അമർ ജ്യോതി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് സ്മാരകത്തിലും, സ്വതന്ത്ര ജ്യോതി എന്ന് പറഞ്ഞാൽ സെൽവാർ ജയിൽ, ആൻഡമാൻ നിക്കോബാറിലെ സെൽവാർ ജയിലാണ്. ഓർമ്മിക്കുക, ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കണം. ഇനി ഇത് ഒരു 1921 പണി ആരംഭിച്ചത്, 31 വർക്ക് കംപ്ലീറ്റ് ആയി. ഈ വർഷം ചോദിക്കില്ല, ഞാൻ പറഞ്ഞു മാത്രം. ഇന്ത്യ ഗേറ്റിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് 1921
അവസാനിച്ച് 31. അപ്പൊ ഇത്രയാണ് ഇന്ത്യ ഗേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ മറക്കണ്ട, ഇന്ത്യ ഗേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യ ഗേറ്റ് ഓർത്ത് വയ്ക്കുക. ലൊക്കേറ്റഡ് ഇൻ രാജ്പഥ്, ന്യൂഡൽഹി ഓർ കിങ്സ് വേ എന്ന് പറയും. ഇറ്റ് ഈസ് എ മോണമെന്റ് ബിൽറ്റ് ഓൺ ദി മെമ്മറി ഓഫ് ഇന്ത്യൻ സോൾഡിയേഴ്സ് ഹു വർ കിൽഡ് ഇൻ ദി ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ഇന്ത്യ അഫ്ഗാൻ വാർ. ഇന്ത്യ അഫ്ഗാൻ യുദ്ധത്തിലും ഫസ്റ്റ് വേൾഡ് വാർ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്കാണിത് പണിത്. ഏകദേശം 42 മീറ്റർ ഹൈറ്റ് ആണ് ഇതിലുള്ള. ആർക്കിടെക്ട് എന്ന് പറയുന്നത് ആരാണ്? എഡ്വിൻ ലൂട്ടൻസ് ആണ്. അതിനോടൊപ്പം ചേർന്ന് മറ്റൊരു സ്ട്രക്ചർ കൂടി പണിതു. അതാണ് അമർ ജവാൻ ജ്യോതി. അത് ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ പാക് യുദ്ധം, ആ യുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള പണസാണ് അമർ ജവാൻ ജ്യോതി. അമർ ജ്യോതി എന്ന് പറയുന്നത് ജാലിയൻവാലാബാഗിലെ കുടകല സ്മാരകത്തിലും, പഞ്ചാബിലെ ജാലിയൻവാലാബാഗ് കുടകല സ്മാരകത്തിലും, സ്വതന്ത്ര ജ്യോതി എന്ന് പറയുന്നത് ആൻഡമാനിലെ സിൽവർ ജയിലാണെന്ന കാര്യം. അപ്പൊ ഇത്രയും നമ്മൾ ഇന്ത്യ ഗേറ്റുമായി ബന്ധപ്പെട്ട് ഓർക്കുക. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യ ഗേറ്റ് ആണ്. മറ്റേതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. എവിടെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന ലൊക്കേറ്റ് മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണിതത്. എന്തിന്റെ സ്മരണയ്ക്കായിരുന്നു? ഇറ്റ് ഈസ് അറൈവൽ, ഇറ്റ് ഈസ് എ മെമ്മറി ഓഫ് അറൈവൽ ഓഫ് കിങ് ജോർജ് V ആൻഡ് ഹിസ് വൈഫ് മേരി. നമ്മുടെ ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമനും അദ്ദേഹത്തിന്റെ ഭാര്യയായ മേരിയും ഇന്ത്യയിലേക്ക് വരുന്നു. ആ വരവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് മുംബൈയിൽ എന്ത് പണിയുന്നത്? ഇന്ത്യ ഗേറ്റ് പണിയുന്നത്. ഏകദേശം 26 മീറ്റർ ആണ് തോന്നുന്നത്. മറ്റൊന്ന് 42 മീറ്റർ ആണ് നമ്മൾ ഇന്ത്യ ഗേറ്റ് പറഞ്ഞത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ 26 മീറ്റർ ഹൈറ്റിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിൽ പണിയുന്നത്. ആരാണ്? ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമനും അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയും. അവർ ഇന്ത്യയിലേക്ക് വന്നതിന്റെ സ്മരണയ്ക്കാണ് ഏത് പണിത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിൽ പണിത്. 26 മീറ്റർ ഹൈറ്റ് ആണ്. പണി ആരംഭിച്ച 1911 ജോർജ് അഞ്ചാമനും ഭാര്യയും ഇന്ത്യയിലേക്ക് വരുന്നത്. ജോർജ് അഞ്ചാമനും ഭാര്യയും ഇന്ത്യയിലേക്ക് വരുന്നത് 1911. പക്ഷേ പണി ആരംഭിച്ചത്, ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണി ആരംഭിച്ചത് 1913. എന്നിട്ട് 1924 വർക്ക് കംപ്ലീറ്റ് ആയത്. 1913 ആരംഭിച്ച 1924 വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു. ഓർക്കുക, ആരായിരുന്നു ഇതിന്റെ ശില്പി? ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വിറ്ററ്റ് എന്ന് പറയുന്ന ആളാണ്. ജോർജ് വിറ്ററ്റ്. ഓർക്കുക, ജോർജ് വിറ്ററ്റ് ആണ്. ജോർജ് WITTET വിറ്ററ്റ് എന്നാണ്. 1-2 പുറത്തെ ക്ലാസ്സുകൾ പോയപ്പോൾ പറഞ്ഞു ചില കുട്ടികൾ പിറ്ററ്റ് എന്ന് പറഞ്ഞു. പിറ്ററ്റ് അല്ല, വിറ്ററ്റ് ആണ് കേട്ടോ. ജോർജ് വിറ്ററ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം. ഓർക്കുക, വളരെ സിമ്പിൾ ആണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് എവിടെയാണ്? മുംബൈ ആണ്. ഇറ്റ് ഈസ് എ മോണമെന്റ് ബിൽറ്റ് ഓൺ ദി മെമ്മറി ഓഫ് കിങ് ജോർജ് V ആൻഡ് ഹിസ് വൈഫ് കേം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വന്നതിന്റെ സ്മരണയ്ക്കാണ്. ആർക്കിടെക്ട് എന്ന് പറയുന്നത് ജോർജ് വിറ്ററ്റ് ആണ്. ഏകദേശം 26 മീറ്റർ ഹൈറ്റ് ആണ് വരുന്നത്. പണി ആരംഭിച്ചത് 13 അവസാനിച്ച് 24. ഇത്രയാണ് ഇന്ത്യ ഗേറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ PSC ചോദിക്കാറുണ്ട്. ഈ ഭാഗത്ത് ചോദിക്കാറുണ്ട്. ശില്പി ആരാൻ ചോദിക്കാറുണ്ട്. എന്തിന്റെ സ്മരണയ്ക്കാണെന്ന് ചോദിക്കുന്നത്. അമർ ജവാൻ ജ്യോതിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതിനോട് ചേർത്തൊന്ന് പഠിച്ചിരിക്കുക. അപ്പൊ ഇത്രയും നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇന്ത്യ ഗേറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. സോ ബൈ നൗ.